ഏതാ വകുപ്പ്? ടൂറിസം വകുപ്പ് കൊടുത്തു, പെട്രോളിയം വകുപ്പ് കൊടുത്തു. കേരളത്തിലെ ടൂറിസം മേഖലയെ ഊർജ്ജസ്വലമാക്കാൻ, കേരളത്തിന്റെ ടൂറിസം മേഖലയെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനുണ്ടല്ലോ റിയാസ് ഇതുവരെ സുരേഷ് ഗോപിയെ കാണാൻ പോലും തയ്യാറായിട്ടില്ല, നേർക്കുനേർ. അപ്പോ എന്താ അർത്ഥം? നമ്മൾ വികസനത്തെ കുറിച്ച് ചിന്തിക്കുന്നു. നമ്മൾ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി കേന്ദ്രം 2 മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ആളാരാണ്? നമ്മുടെ ജോർജ് കുര്യനാണ്, ശ്രീമാൻ ജോർജ് കുര്യൻ. അദ്ദേഹം രാഷ്ട്രീയത്തിൽ പരിണിതപ്രജ്ഞനാണ്. ആ ജോർജ് കുര്യൻജിക്ക് കൊടുത്ത വകുപ്പ് എന്ന് പറയുന്നത് അനിമൽ ഹസ്ബൻഡറി ആണ്, മൃഗസംരക്ഷണ വകുപ്പാണ്. അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള മറ്റൊരു വകുപ്പ് തീർച്ചയായിട്ടും ഈ കേരളത്തിലെ അമ്മമാർക്ക് മുഴുവൻ ആവശ്യമുള്ള താല്പര്യമുള്ള പശുപരിപാലനമാണ്. അദ്ദേഹത്തിന് തന്നെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിനു വേണ്ടി ചെയ്യാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കടലോരമുള്ള കേരളത്തിന്റെ കടൽ തീരത്തെ നോക്കാൻ, സംരക്ഷിക്കാൻ, പദ്ധതികൾ ഏറ്റുവാങ്ങാൻ ഫിഷറീസ് വകുപ്പ് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ ജോർജ് കുര്യനുമായിട്ട് ചർച്ച നടക്കുന്നുണ്ടോ? അടച്ചിട്ട മുറിയില് ശ്രീമാൻ പിണറായി വിജയന് ഒരു 10 മിനിറ്റ് പുറത്തു വേണ്ട. നിങ്ങൾ മഹാനാണ്. പുറത്തെന്തായാലും ചർച്ച വേണ്ട. പക്ഷെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ അടച്ചിട്ട ഒരു മുറിയിൽ എത്രയോ ആളുകളെ നിങ്ങൾ കാണുന്നു. നിങ്ങൾ കേരളത്തിൽ ഒരു വലിയ യാത്ര നടത്തിക്കൊണ്ട്, ബസ്സിലൊരു യാത്ര നടത്തിക്കൊണ്ട് എത്രയോ മണിക്കൂറുകൾ നിങ്ങൾ ദുരുപയോഗിച്ചു. ഒരു ഗുണവും ഉണ്ടായില്ല. ഒരാളുടെയും പുറത്തു തട്ടിയില്ല, ആശ്വസിപ്പിച്ചില്ല, സമാധാനിപ്പിച്ചില്ല. ആ യാത്ര അങ്ങോട്ട് കഴിഞ്ഞുപോയി. അപ്പോഴാണ് AK ബാലൻ പറഞ്ഞത്, യാത്രയ്ക്ക് ഉപയോഗിച്ച ബസ് വേണമെങ്കിൽ മ്യൂസിയത്തിൽ വെക്കാമെന്ന് പറഞ്ഞ ആ ബസ്സിലെ പരിപാടിയൊക്കെ നടത്തിയ പിണറായി സാറിനോട് ഞങ്ങൾ ചോദിക്കുകയാണ്. 2 കേന്ദ്രമന്ത്രിമാർ, ആ 2 കേന്ദ്രമന്ത്രിമാരുടെ കൂടെ അടച്ചിട്ട മുറിയിൽ ഒരു 5 മിനിറ്റ് ചർച്ച നടത്താൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് വലിയ ഒരു മൂവ്മെന്റ് ഈ കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമായിരുന്നു. അതിനുള്ള സാഹചര്യം ഒരുക്കാൻ തയ്യാറായിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേഖലയിൽ കേരളം മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ആരാധനായിട്ടുള്ള അമിത്ഷാജി ഇവിടേക്ക് കടന്നു വരുമ്പോ സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സ്റ്റാൻഡപ്പ് ഇന്ത്യയും എല്ലാം തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോ നമ്മുടെ കൊച്ചിയില് 25,000 പേർക്ക് നേരിട്ട് ജോലി കിട്ടുന്ന 1000 ഏക്കർ സ്ഥലം അക്വയർ ചെയ്തെടുത്തുകൊണ്ട് ഗുജറാത്ത്, ഒറീസ, മഹാരാഷ്ട്ര, ആന്ധ്ര, കേരളം 5 സംസ്ഥാനങ്ങളെ സെലക്ട് ചെയ്തു. എന്താ, നമുക്ക് രാഷ്ട്രീയമുണ്ടോ? അമിത്ഷാജിക്ക് രാഷ്ട്രീയമുണ്ടോ? അമിത്ഷാജി കേരളത്തോട് രാഷ്ട്രീയ വിവേചനം കാണിച്ചിട്ടുണ്ടോ? ആന്ധ്രയ്ക്കും ഒറീസയ്ക്കും ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും കൊടുക്കുന്നത് പോലെ കേരളത്തിന് 25,000 പേർക്ക് നേരിട്ട് തൊഴിൽ കിട്ടുന്ന, 50,000 പേർക്ക് പരോക്ഷമായിട്ട് തൊഴിൽ കിട്ടുന്ന റെയിലിന്റെയും റോഡിന്റെയും കടൽ തീരത്തിന്റെയും കണക്ടിവിറ്റി മാനിച്ചുകൊണ്ട് 1000 ഏക്കർ സ്ഥലത്ത് കൊച്ചിയിൽ കപ്പൽ നിർമ്മാണത്തിന്റെ ക്ലസ്റ്റർ വരികയാണ്. അതിന്റെ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇപ്പൊ വീണ്ടും വോട്ട് ചോദിക്കുകയാണ്. വരാൻ പോകുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വോട്ട് ചോദിക്കും. എന്തിനാണ് വോട്ട്? ഒരവസരം കൂടി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ആ വോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു ചോദിക്കണം. 1956 മുതൽ കേരളത്തെ മാറി മാറി ഭരിക്കുകയും ഇന്ത്യയുടെ ഭരണകൂടത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് കേരളത്തിലും നിങ്ങൾ ഭരിച്ചു. നിങ്ങൾ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? അതുകൊണ്ട് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് വികസിത കേരളം ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിക്കും. അതിൽ മാറാത്തതും മാറും എന്നുള്ള നമ്മുടെ പോയിന്റിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഞാനും ദൃഢപ്രതിജ്ഞ എടുക്കും. മാറാത്തത് നമ്മൾ ഒരുമിച്ച് മാറ്റും. ജനങ്ങൾക്കിടയിൽ ജോലിക്കാരെ പോലെ ഞാനും നിങ്ങളും പ്രവർത്തിക്കും.
പ്രവർത്തിക്കും. വരാൻ പോകുന്ന നാളുകളിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ അത് കേരളത്തിൽ സൃഷ്ടിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, മാരാർജി ഭവന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് നമ്മുടെ സമാരാധ്യനായിട്ടുള്ള അമിത്ഷാജി. ഏതാനും നിമിഷങ്ങൾക്കകം മാരാർജി ഭവനിൽ നിന്ന് അമിത്ഷാജി ഈ പുത്തരിക്കണ്ടം മൈതാനിയിലെ 10,000 അഭിസംബോധന ചെയ്യുന്നതിനായി എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിന് അനന്തപുരി ആവേശത്തിന്റെ അത്യുജ്വലമാർന്ന ഒരു സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. അനന്തപുരിയിലേക്കുള്ള എല്ലാ റോഡുകളും ഇന്ന് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇനിയും ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഈ പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് എത്താനായിട്ട് കാത്തിരിക്കുകയാണ്. എല്ലാ റോഡുകളും ഇന്ന് ബ്ലോക്കായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വന്നിരിക്കുന്ന മുഴുവൻ പ്രവർത്തകരും എത്രയും പെട്ടെന്ന് ഉള്ളിലേക്ക് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കസേരകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പരമാവധി ഈ ഹാളിന്റെ സൈഡിലുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ പ്രവർത്തകർക്ക് കടന്നിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഏതാനും നിമിഷങ്ങൾക്കകം എത്തുന്ന അമിത്ഷാജിക്കും അദ്ദേഹത്തിനോടൊപ്പം എത്തുന്ന രാജീവേട്ടനും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവേട്ടനും അനന്തപുരി ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആവേശദായകമായിട്ടുള്ള ഒരു സ്വീകരണം നൽകാനാണ് അനന്തപുരിയിലെയും അതോടൊപ്പം തന്നെ കൊല്ലത്തെയും ആലപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും വാർഡ് തലത്തിൽ നിശ്ചയിക്കപ്പെട്ട പ്രതിനിധികളുടെ ഈ മഹാസമ്മേളനം നടക്കുന്നത്. ഈ മഹാസമ്മേളനത്തിനോടനുബന്ധിച്ച് കേരളത്തിൽ 1,00,000-ൽ പരം വരുന്ന നമ്മുടെ സഹപ്രവർത്തകർ പഞ്ചായത്ത് തലത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് വെർച്വലായി ഈ മഹാസമ്മേളനത്തിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്നു. 1,00,000-ഓളം പ്രവർത്തകർ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന ഈ മഹാസമ്മേളനത്തിൽ നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ അവസരം കിട്ടിയിരിക്കുന്ന പ്രവർത്തകരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രവർത്തകരെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ അമിത്ഷാജിയെ ഇവിടെ സ്വീകരിക്കുമ്പോൾ, നമ്മൾ രാജീവേട്ടനെ സ്വീകരിക്കുമ്പോൾ, അത് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ അതിനുവേണ്ടി മുദ്രാവാക്യങ്ങൾ ഉയർത്തുമ്പോൾ, അതിന്റെ ആവേശം ഉയർന്നു വരുമ്പോൾ, അത് ഈ കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകരുടെ ഹൃദയ നാഡികളിൽ ഒരു ആവേശമായി ഭാരതീയ ജനതാ പാർട്ടി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിന്റെ അജയ്യമായ യാത്ര ആരംഭിച്ചിരിക്കുന്നു എന്ന ഉജ്ജ്വലമായിട്ടുള്ള പ്രഖ്യാപനമായിട്ട് അത് മാറേണ്ടിയിരിക്കുന്നു. അതിന് സമയം സമാഗതമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ നമ്മുടെ ശ്രീ കെ സോമൻജി നമുക്കിപ്പോൾ ചില മുദ്രാവാക്യങ്ങൾ വിളിച്ചു തരും. നമ്മൾ എല്ലാവരും സീറ്റുകളിൽ നിന്ന് എണീക്കുക. കയ്യിൽ തന്നിരിക്കുന്ന പതാകകൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും എണീക്കുക. പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും അമിത്ഷാജിയും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും വരുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി എത്തിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും സ്വന്തം സീറ്റുകളിൽ നിന്ന് എണീറ്റ് അവരുടെ കയ്യിൽ കരുതിയിരിക്കുന്ന നമ്മുടെ ഹൃദയത്തോടൊപ്പം ചേർത്ത് പിടിച്ചിരിക്കുന്ന ദിവ്യമാർന്ന താമര പതാക അന്തരീക്ഷത്തിലേക്ക് ആവേശത്തോടുകൂടി വീശുക. നമുക്കിതാ മുദ്രാവാക്യം വിളിക്കുന്നതിന് വേണ്ടി ശ്രീ കെ സോമനെ ക്ഷണിക്കുന്നു. ജയ് ജയ് ഭാരത് മാതാം, ജയ് ജയ് ഭാരത് മാതാം, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് നരേന്ദ്ര മോദി, ജയ് ജയ് നരേന്ദ്ര മോദി, ജയ് ജയ് നരേന്ദ്ര മോദി, ജയ് ജയ് അമിത്ഷാജി, ജയ് ജയ് അമിത്ഷാജി, ജയ് ജയ് അമിത്ഷാജി, ജയ് ജയ് അമിത്ഷാജി, ജയ് ജയ് ഭാരത് മാതാം, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് വികസിത കേരളം, ജയ് ജയ് വികസിത കേരളം, വികസിത കേരളം ബിജെപി, വികസിത കേരളം ബിജെപി, വികസിത കേരളം ബിജെപി, വികസിത കേരളം ബിജെപി, വികസിത ഭാരതം ബിജെപി, വികസിത ഭാരതം ബിജെപി, വികസിത ഭാരതം ബിജെപി, വികസിത ഭാരതം ബിജെപി, നാട് ഭരിക്കാൻ ബിജെപി, നാട് ഭരിക്കാൻ ബിജെപി, നാട് ഭരിക്കാൻ ബിജെപി, നാട് ഭരിക്കാൻ ബിജെപി, ചേർത്തു പിടിക്കാൻ ബിജെപി, ചേർത്തു പിടിക്കാൻ ബിജെപി,
ചേർത്തു പിടിക്കാൻ ബിജെപി ചേർത്തു പിടിക്കാൻ ബിജെപി ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത് മാതാ ജയ് ജയ് ഭാരത്